ഹായ് എവ്രി വൺ. വിചിന്തനത്തിനു വേണ്ടി എന്നുള്ള സെക്ഷനിലെ 6ാമത്തെ ക്വസ്റ്റ്യനായ ദൈവം അദൃശ്യമായി പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതിന് ഉദാഹരണങ്ങളുണ്ടോ? ജീവിതത്തിൽ പലപ്പോഴും നാം അനുഭവിക്കുന്ന കഷ്ടതകളും സങ്കടങ്ങളും ദൈവം കാണുന്നില്ലെന്ന തോന്നലുണ്ടാകും. എന്നാൽ ബൈബിൾ വൃത്താന്തങ്ങളിൽ കാണുന്നത് പോലെ ദൈവത്തിൻ്റെ കൈ ഒരിക്കൽ പോലും നമ്മെ വിട്ടുപോകാറില്ല. ചിലപ്പോൾ അത് സങ്കടങ്ങളുടെ പുറകിലാണ് പ്രവർത്തിക്കുന്നത്, ചിലപ്പോൾ അത് നേരെ നമ്മുടെ അനുഗ്രഹത്തിനായി പ്രവർത്തിക്കുന്നു. രൂത്തിൻ്റെ വിശ്വാസം കൊണ്ട് അനുഗ്രഹം നേടിയ ദൈവത്തിൻ്റെ കൈ ബോവസ് എന്ന വീണ്ടെടുപ്പുകാരനിലൂടെ അവളുടെ ജീവിതത്തിൽ അഭിമാനവും സമൃദ്ധിയും ഉണ്ടാക്കുന്നു. വിശ്വാസത്തോടും സത്യസന്ധതയോടും ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എസ്തറിൻ്റെ ധൈര്യം. എസ്തർ ജനങ്ങളെ രക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തപ്പോൾ ഭയാനുഭവങ്ങൾ ഉണ്ടായെങ്കിലും ദൈവം അവളെ ശരിയായ സമയത്ത് രാജാവിൻ്റെ മുന്നിലേക്ക് നയിച്ചു. ദൈവം നമ്മളെ ധൈര്യപൂർവ്വം നയിക്കുന്ന ദൈവത്തിൻ്റെ വഴികൾ. മോശമായ സാഹചര്യങ്ങളിൽ നിന്ന് യോസഫ് ദൈവത്തിൻ്റെ കൈ അനുഭവിച്ചു. വിറ്റഴിച്ചതും തടവിലുമായ അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായി തൻ്റെ ദുരിതങ്ങളും പീഡനങ്ങളും രാജ്ഞിയുടെ സഹായവും രക്ഷയും വഴി അനുഗ്രഹങ്ങൾ ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകം 50:20. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, എന്നാൽ ദൈവം അതിനെ നന്മയ്ക്കായി മാറ്റുകയും ചെയ്തു. അതേപോലെ ദാനിയേലിൻ്റെ കാര്യവും നമുക്ക് മെൻഷൻ ചെയ്യാം. ദാനിയേൽ 6:22. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്തുവാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു.